വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരൊറ്റ വേർഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് സെൻറ്റൻസുകൾ പറയുന്ന ഒരു ക്ലാസ് ആണ്. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകളാണ് ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരൊറ്റ വേർഡാണ്. ഏതാണ് വേർഡ്, എന്താണെന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നോട്ട് ചെയ്ത് വെച്ച സെൻറ്റൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? എനിക്ക് ബസ്സിൽ കയറിയ ഉടനെ സീറ്റ് കിട്ടി. നീ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടനെ എന്നെ വിളിക്കണം. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ ഡോക്ടറെ കണ്ടു. ഇങ്ങനെയുള്ള കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലൊക്കെ കോമൺ ആയിട്ട് പറയുന്ന ഒരു വേർഡ് എന്താണ്? ഉടനെ എന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. എനിക്ക് ബസ്സിൽ കയറിയ ഉടനെ സീറ്റ് കിട്ടി. നീ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടനെ എന്നെ വിളിക്കണം. ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ ഡോക്ടറെ കണ്ടു. ഇതുപോലെ ഉടനെ നമ്മൾ പറയാറുണ്ട്. ഞാൻ വീട്ടിലെത്തിയ ഉടനെ ഭക്ഷണം കഴിച്ചു. ഞാൻ 9 മണി ആയ ഉടനെ ഞാൻ ഉറങ്ങി. പഠിച്ച ഉടനെ ഞാൻ പുസ്തകം എടുത്തു വെച്ചു. ഇങ്ങനെ ഉടനെ എന്ന് പറയാറുണ്ടല്ലോ. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ആസ് സൂൺ ആസ് എന്നാണ്. ആസ് സൂൺ ആസ് എന്ന് പറയുന്ന ഒരൊറ്റ വേർഡ് കൊണ്ടാണ് നമ്മൾ ഇത്രയും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അത് എങ്ങനെ, എപ്പോൾ, എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ കണ്ടു നോക്കൂ. ഫസ്റ്റ് സെൻറ്റൻസ്, എനിക്ക് ബസ്സിൽ കയറിയ ഉടനെ സീറ്റ് കിട്ടി അല്ലേ. എനിക്ക് സീറ്റ് കിട്ടി. എപ്പോൾ? ബസ്സിൽ കയറിയ ഉടനെ. അപ്പോൾ നമ്മൾ ഏതാണ് ആദ്യം ഇവിടെ പറയേണ്ടത്? എനിക്ക് സീറ്റ് കിട്ടി എന്നാണ് അല്ലേ. എനിക്ക് സീറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ പറയുക? പാസ്റ്റ് ആണ് പറയുന്നത്. സോ ഐ ഗോട്ട് എ സീറ്റ് അല്ലേ. എനിക്ക് സീറ്റ് കിട്ടി എപ്പോൾ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഐ ഗോട്ട് എ സീറ്റ്, എനിക്ക് സീറ്റ് കിട്ടി ആസ് സൂൺ ആസ്, ബസ്സിൽ കയറിയ ഉടനെയാണ്. അപ്പം ബസ്സിൽ കയറുക എന്നുള്ളത് നമുക്ക് ഗെറ്റ് ഓൺ എന്ന് പറയാം. ഇവിടെ പാസ്റ്റിലാണ് പറയുന്നത്. സോ ഗോട്ട് ഓൺ എന്ന് പറയാം. അപ്പം ഐ ഗോട്ട് എ സീറ്റ് ആസ് സൂൺ ആസ് ഐ ഗോട്ട് ഓൺ ദ ബസ് അല്ലേ. ഓൺ ദ ബസ്, ഗോട്ട് ഓൺ ബസ്സിൽ കയറുക. അപ്പോൾ ഐ ഗോട്ട് എ സീറ്റ്, എനിക്ക് സീറ്റ് കിട്ടി ആസ് സൂൺ ആസ് ഐ ഗോട്ട് ഓൺ ദ ബസ്, ബസ്സിൽ കയറിയ ഉടനെ. ക്ലിയർ ആയല്ലോ? ഐ ഗോട്ട് എ സീറ്റ് ആസ് സൂൺ ആസ് ഐ ഗോട്ട്. ഇവിടെ ഗെറ്റ് ഓൺ എന്നുള്ളതിന് പകരം നമ്മൾ ഗോട്ട് ഓൺ ആണ് യൂസ് ചെയ്തത്. കാരണം എന്താ? പാസ്റ്റ് ആണ് പറയുന്നത്. ഗോട്ട് ഓൺ ദ ബസ് അല്ലേ. ഗോട്ട് ഓൺ ദ ബസ്, ബസ്സിൽ കയറിയ ഉടനെ എനിക്ക് സീറ്റ് കിട്ടി. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, നീ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടനെ എന്നെ വിളിക്കണം. ഇപ്പൊ പുറത്ത് പോകുന്ന ആളുകളോടൊക്കെ മക്കളോടൊക്കെ നമ്മൾ പറയാറുണ്ട്, നീ അവിടെ എത്തിയ ഉടനെ എന്നെ വിളിക്കണം. അതുപോലെ നീ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടനെ എന്നെ വിളിക്കണം, ബസ് സ്റ്റോപ്പിൽ എത്തിയ ഉടനെ നീ എന്നെ വിളിക്കണം. ഇങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ നീ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടനെ എന്നെ വിളിക്കണം എന്നാണ് അല്ലേ. നമുക്കറിയാം എന്നെ വിളിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് യു ഷുഡ് കോൾ മീ അല്ലേ. യു ഷുഡ് കോൾ മീ, അല്ലെങ്കിൽ അതൊരു നിർബന്ധിത ഘട്ടമായതുകൊണ്ട് നമുക്കവിടെ മസ്റ്റും യൂസ് ചെയ്ത് പറയാം. യു മസ്റ്റ് കോൾ മീ, നീ എന്നെ വിളിക്കണം. ആസ് സൂൺ ആസ് യു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ, ആസ് സൂൺ ആസ് യു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടനെ നീ എന്നെ വിളിക്കണം. അപ്പം അവിടെ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്തും പറയാം, നീ എന്നെ വിളിക്കണം. യു മസ്റ്റ് അല്ലേ. മസ്റ്റും പറയാം, അല്ലെങ്കിൽ നമുക്ക് ഷുഡും പറയാം കേട്ടോ. ഷുഡും പറയാം. മസ്റ്റും ഷുഡും ഒരേ സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുക. ഏത് യൂസ് ചെയ്താലും സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ സിറ്റുവേഷനിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇപ്പോൾ എക്സാമുകളൊക്കെയാണ്, മത്സര പരീക്ഷകളിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നിർബന്ധിത ഘട്ടമാണെങ്കിൽ നമുക്കവിടെ മസ്റ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷുഡ് യൂസ് ചെയ്യാം. ചെയ്യണം, പറയണം എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷുഡാണ് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പം യു മസ്റ്റ് ഓർ ഷുഡ് കോൾ മീ, നീ എന്നെ വിളിക്കണം. നീ എന്നെ വിളിക്കണം എപ്പോ? ആസ് സൂൺ ആസ് അല്ലേ, ഉടനെ. ആസ് സൂൺ ആസ് യു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ, നീ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടനെ എന്നാണ്. അപ്പം യു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ, യു റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ യു
must call me as soon as you reach the railway station. നീ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ ഉടനെ എന്നെ വിളിക്കണം. ഓക്കെ. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ ഡോക്ടറെ കണ്ടു. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കണ്ടു. I saw the doctor അല്ലെങ്കിൽ I consulted the doctor. അപ്പോൾ I saw the doctor. So എന്ന് പറഞ്ഞാൽ സീൻ്റെ പാസ്റ്റ് ആണ് സോ എന്ന് പറയുന്നത്. നമുക്ക് ഡോക്ടറെ കാണുക എന്നുള്ളതിന് കൺസൾട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് I saw the doctor. ഞാൻ ഡോക്ടറെ കണ്ടു. As soon as I reached the hospital. അല്ലേ, പാസ്റ്റ് ആണ്. സോ റീച്ച്ഡ് എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ I saw the doctor as soon as I reached the hospital. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ ഡോക്ടറെ കണ്ടു. അപ്പോ I saw, see the past is saw, അല്ലേ? I saw the doctor as soon as I reached the hospital. I reached the hospital. I saw the doctor as soon as I reached the hospital. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയ ഉടനെ ഡോക്ടറെ കണ്ടു. ഓക്കെ. ഈ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. നെക്സ്റ്റ്, ഞാൻ ഓഫീസിൽ എത്തിയ ഉടനെ നിന്റെ മെസ്സേജ് കണ്ടു. പരീക്ഷ കഴിഞ്ഞ ഉടനെ നമുക്ക് പുറത്ത് പോകണം. അവന് വീട്ടിലെത്തിയ ഉടനെ ഭക്ഷണം കഴിക്കണം. അല്ലേ, നമ്മളിങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഓഫീസിൽ എത്തിയ ഉടനെ നിന്റെ മെസ്സേജ് കണ്ടു. നിന്റെ മെസ്സേജ് കണ്ടു. I saw your message. ഞാൻ എൻ്റെ മെസ്സേജ് കണ്ടു. As soon as, ഇവിടെ എത്തിയ ഉടനെ as soon as I reached at the office അല്ലെങ്കിൽ as soon as I arrived at the office എന്നൊക്കെ പറയാം. അപ്പോൾ എങ്ങനെ പറയൂ? ഞാൻ ഓഫീസിൽ എത്തിയ ഉടനെ നിന്റെ മെസ്സേജ് കണ്ടു. I saw your message. ഞാൻ നിന്റെ മെസ്സേജ് കണ്ടു. As soon as ഉടനെ, അല്ലേ, ഉടനെ എന്നാണ് as soon as അർത്ഥം ഉടനെ. I arrived at the office. I arrived അല്ലെങ്കിൽ reached ഏത് വേണമെങ്കിലും പറയാം. At the office. I saw your message as soon as I arrived at the office. ഞാൻ ഓഫീസിൽ എത്തിയ ഉടനെ നിന്റെ മെസ്സേജ് കണ്ടു. ഓക്കെ. നെക്സ്റ്റ്, പരീക്ഷ കഴിഞ്ഞ ഉടനെ നമുക്ക് പുറത്ത് പോകണം. നമ്മളൊക്കെ പറയാറുണ്ട് അല്ലേ, കുട്ടികളോടൊക്കെ നമ്മളൊരു വാക്ക് കൊടുക്കാറുണ്ട്. പരീക്ഷ കഴിഞ്ഞ ഉടനെ നമുക്ക് പുറത്ത് പോകണം. അപ്പം നമുക്ക് പുറത്ത് പോകണം. വി ഷുഡ് ഗോ ഔട്ട്, അല്ലേ, വി ഷുഡ് ഗോ ഔട്ട്. നമുക്ക് പുറത്ത് പോകണം. ആസ് സൂൺ ആസ്, പരീക്ഷ കഴിഞ്ഞ ഉടനെ എന്നാണ്. എങ്ങനെ പറയാം? ദ എക്സാം ഈസ് ഓവർ. ഓക്കെ. അപ്പോൾ പരീക്ഷ കഴിഞ്ഞ ഉടനെ നമുക്ക് പുറത്ത് പോകണം. വി ഷുഡ്, അല്ലേ, പോകണം എന്നാണ്. അപ്പോൾ വി ഷുഡ് ഗോ ഔട്ട്. നമുക്ക് പുറത്ത് പോകണം. ആസ് സൂൺ ആസ്, ഉടനെ. ദ എക്സാം ഈസ് ഓവർ. ദ എക്സാം ഈസ് ഓവർ. എക്സാം കഴിഞ്ഞ ഉടനെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സാം ഈസ് ഓവർ എന്ന് പറയുന്നത്. സോ we should go out as soon as the exam is over. Okay. Next, അവന് വീട്ടിലെത്തിയ ഉടനെ ഭക്ഷണം കഴിക്കണം. അത് നിർബന്ധമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഭക്ഷണം കഴിക്കണം എന്നുള്ളിടത്ത് നമുക്ക് he should eat എന്ന് പറയാം. അവന് വീട്ടിലെത്തിയ ഉടനെ ഭക്ഷണം കഴിക്കണം എന്നാണ്. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? he ആണ് നമ്മുടെ സബ്ജക്റ്റ്, അല്ലേ. he must eat എന്ന് പറയാം, അല്ലെങ്കിൽ he should eat എന്ന് പറയാം. നേരത്തെ പറഞ്ഞല്ലോ, അത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നിർബന്ധമായൊരു കാര്യമാണ്. സോ he must eat as soon as, വീട്ടിലെത്തിയ ഉടനെ എന്നാണ്. he reaches home. ഇവിടെ reaches എന്നാണ്, കാരണം കഴിഞ്ഞ കാര്യമല്ല. അവന് വീട്ടിലെത്തിയ ഉടനെ ഭക്ഷണം കഴിക്കണം എന്നാണ് പറഞ്ഞത്, കഴിഞ്ഞു പോയ കാര്യമല്ല. സോ നമ്മൾ reaches എന്ന് യൂസ് ചെയ്യുക, സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട്. അപ്പോൾ അവന് വീട്ടിലെത്തിയ ഉടനെ ഭക്ഷണം കഴിക്കണം. he must കൊടുക്കുക, അല്ലേ. മസ്റ്റ് ആണെങ്കിലും ഷുഡ് ആണെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. he must eat, അവന് ഭക്ഷണം കഴിക്കണം. as soon as he reaches home, അവന് വീട്ടിലെത്തിയ ഉടനെ ഭക്ഷണം കഴിക്കണം. നെക്സ്റ്റ്,
അവന് ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങണം. എനിക്ക് ദാഹിച്ച ഉടൻ വെള്ളം കുടിക്കണം. അവൾക്ക് ഭക്ഷണം കഴിച്ച ഉടനെ മധുരം കഴിക്കണം. അപ്പോൾ ഇതെങ്ങനെ പറയാം എന്ന് നോക്കാം. അവന് ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങണം. ഇപ്പം നിങ്ങൾക്ക് തന്നെ സിമ്പിളായിട്ട് പറയാനായിട്ട് പറ്റും അല്ലേ? അവന് ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങണം. അവന് ഉറങ്ങണം എന്നാണ്. അപ്പം അത് മസ്റ്റായൊരു കാര്യമാണ്. അപ്പം നമുക്കവിടെ മസ്റ്റ് എന്ന് കൊടുക്കാം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് പറയണം? ഹി മസ്റ്റ് സ്ലീപ്പ്. അവന് ഉറങ്ങണം അല്ലേ? അല്ലെങ്കിൽ ഹി ഷുഡ് സ്ലീപ്പ്. അവന് ഉറങ്ങണം. ആസ് സൂൺ ആസ് ഭക്ഷണം കഴിച്ച ഉടനെ എന്നാണ്. ആസ് സൂൺ ആസ് ഹി ഫിനിഷസ് ഈറ്റിംഗ് അല്ലേ? അവന് ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങണം എന്നാണ്. അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഹി മസ്റ്റ് അല്ലെങ്കിൽ ഷുഡ് യൂസ് ചെയ്യാം. ഹി മസ്റ്റ് സ്ലീപ്പ്. ഹി മസ്റ്റ് സ്ലീപ്പ് ആസ് സൂൺ ആസ്. ആസ് സൂൺ ആസ് അവന് ഉടനെ ഉറങ്ങണം. ഇപ്പോൾ ഹി ഫിനിഷസ് ഈറ്റിംഗ്. ഹി ഫിനിഷസ് ഈറ്റിംഗ്. ഹി ഫിനിഷസ് ഈറ്റിംഗ്. അവന് ഭക്ഷണം കഴിച്ച ഉടനെ ഉറങ്ങണം. നെക്സ്റ്റ്, എനിക്ക് ദാഹിച്ച ഉടൻ വെള്ളം കുടിക്കണം. അപ്പോൾ എനിക്ക് കുടിക്കണം എന്നാണ്. ഐ ഷുഡ് ഡ്രിങ്ക് വാട്ടർ അല്ലേ? ഐ ഷുഡ് ഡ്രിങ്ക് അല്ലെങ്കിൽ മസ്റ്റ് യൂസ് ചെയ്യാം. ഡ്രിങ്ക് വാട്ടർ. എനിക്ക് ദാഹിച്ച ഉടനെ ഐ ഷുഡ് ഡ്രിങ്ക് വാട്ടർ ആസ് സൂൺ ആസ്. ഇപ്പോൾ ദാഹിച്ച ഉടനെ എന്നാണ്. അപ്പോൾ ആസ് സൂൺ ആസ് ഐ ഫീൽ അല്ലേ? ഐ ഫീൽ തേഴ്സ്റ്റി. ഐ ഫീൽ തേഴ്സ്റ്റി അല്ലേ? ദാഹിച്ച ഉടനെ, ആ ഒരു ദാഹം വന്ന ഉടനെ, അതാണ് ഐ ഫീൽ തേഴ്സ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഐ ഷുഡ് ഡ്രിങ്ക് വാട്ടർ. എനിക്ക് വെള്ളം കുടിക്കണം. ആസ് സൂൺ ആസ് ഐ ഫീൽ തേഴ്സ്റ്റി. എനിക്ക് ദാഹിച്ച ഉടനെ വെള്ളം കുടിക്കണം. എന്ത് ചെയ്തിട്ട് ഉടനെയാണോ അതിന് തൊട്ട് മുമ്പേ ആണ് നമ്മൾ ആസ് സൂൺ ആസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ്, അവൾക്ക് ഭക്ഷണം കഴിച്ച ഉടനെ മധുരം കഴിക്കണം. അവൾക്ക് ഭക്ഷണം കഴിച്ച ഉടനെ മധുരം കഴിക്കണം എന്നെങ്ങനെ പറയാം? അവൾക്ക് മധുരം കഴിക്കണം. ഷീ ഷുഡ് ഈറ്റ് സ്വീറ്റ്സ് എന്ന് പറയാം അല്ലേ? ഷീ ഷുഡ് ഈറ്റ് സ്വീറ്റ്സ് അല്ലേ? മധുരം കഴിക്കണം. സ്വീറ്റ്സ്. അപ്പോൾ ഷീ ഷുഡ് ഈറ്റ് സ്വീറ്റ്സ്. അവൾക്ക് മധുരം കഴിക്കണം. എപ്പോൾ? ആസ് സൂൺ ആസ് ഭക്ഷണം കഴിച്ച ഉടനെ എന്നാണ്. അപ്പം ഷീ ഫിനിഷസ് ഹർ മീൽസ് അല്ലേ? ഷീ ഫിനിഷസ് ഭക്ഷണം കഴിച്ച ഉടനെ. അപ്പം ഷീ ഫിനിഷസ് ഹർ മീൽസ് കൊടുക്കുക അല്ലേ? മീൽസ് ഭക്ഷണം എന്നാണ്. അപ്പം ഭക്ഷണം കഴിച്ച ഉടനെ അവൾക്ക് എന്ത് വേണം? സ്വീറ്റ്സ് കഴിക്കണം. അപ്പോൾ ഷീ ഷുഡ് ഈറ്റ് സ്വീറ്റ്സ് ആസ് സൂൺ ആസ് ഷീ ഫിനിഷസ് ഹർ മീൽസ്. ഓക്കെ. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, ഞാൻ അവിടെ എത്തിയ ഉടനെ എന്നെ വിളിക്കാം. ഇത് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറുള്ള സെൻറ്റൻസ് ആണല്ലേ? നമ്മൾ എവിടെ പോവുകയാണെങ്കിലും നമ്മൾ ഒരാളോട്, നമ്മളെ വീട്ടുകാരോട് നമ്മൾ പറയാറുണ്ട്, ഞാൻ അവിടെ എത്തിയ ഉടനെ നിന്നെ വിളിക്കാം അല്ലെങ്കിൽ നിന്നെ വിളിക്കണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഞാൻ അവിടെ എത്തിയ ഉടനെ നിന്നെ വിളിക്കാം എന്ന് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്. ഞാൻ നിന്നെ വിളിക്കാം നമുക്കറിയാം. അതിനുശേഷം എന്താണ്? ഉടനെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? അതും നമുക്കറിയാം. അതിനുശേഷം ഞാൻ എത്തിയ ഉടനെ അല്ലേ? അപ്പം ഞാൻ എത്തുക എന്നാണ് പിന്നെ വേണ്ടത്. അപ്പം ഞാൻ എത്തുക അത് നമുക്കറിയാം. അപ്പോൾ ഞാൻ എത്തിയ ഉടനെ നിന്നെ വിളിക്കാം എന്നുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ആസ് സൂൺ ആസ്. ഒരു കാര്യം ചെയ്ത ഉടനെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുന്ന എത്രത്തോളം നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുവോ അത്രത്തോളം വീഡിയോസ് മറ്റുള്ളവരിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് അറിയിക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസറും കമൻറ്റ് അറിയിക്കുക. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ചിലപ്പോൾ ഇന്ന് ലൈവ് ഉണ്ടായിരിക്കും 9 മണിക്ക് ശേഷം കേട്ടോ. എല്ലാവരും അത് ഒന്ന് നോക്കുക. ഞാൻ നോട്ടിഫിക്കേഷൻ വിടാറുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.